ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ 10 ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് പൂഴ്ത്താം, ആണ്ടവരെ നമുക്ക് സ്തോത്രം പണ്ണാം. നമുക്ക് ഇന്ന് നമ്മൾ വാസിക്കാൻ പോകുന്ന നമ്മൾ പഠിക്കുന്ന ബൈബിൾ സ്റ്റഡി താൻ ഇന്ന് വാസിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പിസോഡ് 135. എപ്പിസോഡ് 135 അത് നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണെന്ന് നേരത്തെ ഞാൻ ചൊല്ലിയാച്ച. ബൈബിൾ സ്റ്റഡിയിൽ ഇന്ന് നമ്മൾ വിസാരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3:21, 3-ാം അധ്യായം 21-ാം വാക്യം. അതാണ് നമ്മളിന്ന് വാസിക്കുന്നത്. നമ്മൾ നേരത്തെ 20-ാം വാക്യത്തെ പറ്റി നമ്മൾ വിസാരിച്ചാച്ചേ. ഇന്ന് 21-ാം വാക്യം താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്നേരം ഇങ്ങനെ 21-ാം വാക്യത്തിൽ പഠിക്കുന്ന മുമ്പേ നമുക്ക് 20-ാം വാക്യം നമുക്ക് ഒന്നും കൂടെ പാക്കലാം. എന്നിട്ട് നമുക്ക് 20-ലേക്ക് നമുക്ക് 20-ാം വാക്യം നമുക്ക് ഒന്നും കൂടെ പാക്കലാം. അത് പാത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 21-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 20-ാം വാക്യത്തിൽ என்ன ബൈബിളിൽ എന്നാ എഴുതിയിരിക്കുന്നത് തിരുമ പൗലോസ് എന്നാ ചൊല്ലുതെന്ന് നമുക്കൊന്ന് നമുക്കൊന്നുകൂടെ കേട്ടിടാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അത് നമ്മൾ ഈ ലോകത്തിലെ നിവാസികളെ അല്ല. അതായത് നമ്മുടെ നിവാസം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് ചൊല്ലിയ സ്വർഗം താൻ. നമ്മൾ സ്വർഗത്തിലെ നിവാസികൾ താൻ. നമ്മൾ സ്വർഗത്തിലെ നമ്മൾ പുസ്തകത്തിലെ ഞാൻ ഇന്ത്യ നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയാലും നീ എവിടുത്തെ സിറ്റിസൺ താൻ? ഇന്ത്യയിലെ സിറ്റിസൺ അല്ലെ, ഇന്ത്യയിലെ പൗരത്വം, ഇന്ത്യയിലെ നിവാസികൾ തന്നെ. അത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ എங்கே തിരുമ്മിപ്പോകും? ഇന്ത്യയിൽ തന്നെ. ഇപ്പം തന്നെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം നിങ്ങൾ എங்கே പോയിടും? നിങ്ങൾ ഏത് രാജ്യക്കാരാണെന്നോ ആ രാജ്യത്തിൽ പോയിടും. അതേപോലെ ഇന്ത്യ ചൊല്ലുക നമ്മുടെ പൗരത്വം. അതുപോലെ തന്നെ നമ്മുടെ പൗരത്വം അല്ലെങ്കിൽ നമ്മൾ എവിടെ തന്നെ വാസികൾ താൻ? സ്വർഗത്തിലെ വാസികൾ താൻ. അത് നല്ല പറഞ്ഞു. നമ്മൾ ഇവിടുത്തെ വാസികളാകുമ്പോൾ നമുക്ക് ഇங்கே അതുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മൾ വാസം பண்ணுമ്പോൾ നമുക്ക് കഷ്ടവും പ്രയാസവും കിടക്കും. കാരണം നമ്മൾ ഇതുവരെ നമ്മൾ സ്വർഗത്തിൽ എത്തിയില്ല. പക്ഷെ നമ്മൾ എവിടുത്തെ വാസികൾ താൻ? നമ്മൾ സ്വർഗത്തിലെ വാസികൾ താൻ. അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കും. അത് മറ്റുമല്ല, നമ്മളിപ്പോൾ ഈ ലോകത്തിൽ വാസം പണം, ഓക്കെ, ഈ ലോകത്തിൽ വാസം, എന്നാൽ നമുക്ക് കവലപ്പെടേണ്ട ആവശ്യമേ കിടക്കാൻ. എന്തുകൊണ്ട് കവലപ്പെടേണ്ട? ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്നും വന്നിടും. നല്ലപോലെ പൊടിഞ്ഞിടാം. അന്നേരം ഇങ്ങനെ നല്ലപോലെ ശരി നമ്മൾ എവിടുത്തെ വാസികൾ? നമ്മൾ സ്വർഗത്തിലെ. അതിൽ നമ്മളെ എங்கே കൊണ്ടുപോയിടും? ആണ്ടവരായ യേശുക്രിസ്തു, അതായത് ആണ്ടവർ താൻ ഇങ്ങനെ വന്ന് നമ്മളെ എங்கே കൊണ്ടുപോയിടും? സ്വർഗത്തിൽ കൊണ്ടുപോയിടും. അവൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോയിടണം. അங்கே നമുക്ക് என்ன ഇല്ല, അങ്ങ് കഷ്ടമില്ല, നമുക്ക് വലിയില്ല, പ്രയാസമില്ല, ദുഃഖമില്ല, നമുക്ക് അഴുകേണ്ട കാര്യമേ ഇല്ല. നമുക്ക് സന്തോഷം താൻ സന്തോഷം. നമുക്ക് എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും ആണ്ടവർ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നു. നമുക്ക് അതായത് അங்கே നമുക്ക് ദുഃഖമേ പ്രയാസമേ ഒന്നുമേ കിടക്കാതെ. കാരണം നമ്മൾ ആരോട് കൂടെ വാസം പണുക? ആണ്ടവരായ യേശു ക്രിസ്തു, അതായത് തകപ്പനായ ആണ്ടവരുടെ കൂടെ നമ്മൾ വാസം. അതായത് സ്വർഗത്തിൽ സ്വർഗദൂതന്മാരുടെ കൂടെ നാം വാസം. അത് നമ്മൾ നമ്മൾ ആര് താൻ? ആണ്ടവരുടെ മക്കൾ താൻ. നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി സ്വർഗദൂതന്മാരേക്ക് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ അവർ നമ്മളെ പാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സേവ ചെയ്യുന്ന ദൂതന്മാർ താൻ. അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പണുവാൻ വേണ്ടി അവർ റെഡിയായിരിക്കും. ഇപ്പം സ്വർഗദൂതന്മാർ ആർക്ക് വേണ്ടി എല്ലാം പണുക? ഇപ്പം പണുന്നത് സ്വർഗദൂതന്മാർ ആണ്ടവർക്ക് താൻ എല്ലാം ചെയ്യും. എന്നാൽ നമ്മൾ അങ്ങ് സ്വർഗത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാം പണുന്ന ആരാ? സ്വർഗദൂതന്മാർ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ താൻ. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികൾ താൻ. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാർ താൻ. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കുമ്പോൾ അത് എപ്പടി പുത്രന്മാരായിരിക്കുമോ? നമുക്ക് സ്വർഗദൂതന്മാരെ പറ്റിയും ദൈവത്തിൻ്റെ പുത്രൻ അത് ആണ്ടവർ സൃഷ്ടിച്ചത്.
എന്നാൽ നമ്മളെ നമുക്കുള്ള അതിലും വില ജാസ്തി കിടക്കുക. എന്താ പറയുക, ആണ്ടവരായ യേശു ക്രിസ്തു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ തകപ്പൻ്റെ ഒറ്റ പുത്രൻ, അവൻ നമുക്ക് അവൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ ജീവൻ കൊടുത്ത്, അതായത് അവൻ്റെ രക്തവും അവൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അത് നല്ലൊരു, അതായത് നമ്മളെ ഈ ലോകത്തിലെ ശരീരവും രക്തവും കൊണ്ട് നമ്മൾ വാസിക്കുക. അതായത് ആണ്ടവർ നമ്മളെ സൃഷ്ടിച്ച് മണ്ണ് കൊണ്ടുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എപ്പോഴാ? ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയതല്ല, നമ്മളെ ആത്മീയമായി താൻ വാങ്ങിക്കുന്നത്. നമ്മൾ അവൻ്റെ മക്കളായത് അവൻ വില കൊടുത്ത് നമ്മളെ വാങ്ങിയത് കൊണ്ട് താൻ. അവൻ വില കൊടുത്ത് വാങ്ങിയപ്പോൾ അതിനൊരു വില കിടക്കും. നമ്മൾ ഇപ്പോഴും വിസാരിച്ച് പാക്കാം. ഇപ്പം നമുക്ക് ഒരു മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഈ നമ്മൾ കളിക്കുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു സ്വർണ്ണമോ അതിന് അത്രയും വില കിട്ടണം. നമ്മുടെ പ്രോപ്പർട്ടി ഇല്ല. എന്നാൽ അത് നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് വില എത്ര ഇരിക്കേ? എന്നൊരു ആണ്ടവർ നമ്മളെ വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചു. അത് എന്നെ നമ്മുടെ പത്രോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ എന്നെ വാസിക്കുക, പൊന്നും വെള്ളിയും കൊടുത്തല്ല നിങ്ങളെ വാങ്ങിയത്. പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കൾ കൊണ്ട് നിങ്ങളെ വാങ്ങിയതല്ല. നിങ്ങളെ വാങ്ങിയത് സ്വന്തം രക്തം കൊടുത്ത്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്ത് നിങ്ങളെ വാങ്ങിയതാണ്. അപ്പടി നമ്മളെ വാങ്ങിയ നമ്മൾ ആണ്ടവർക്ക് എത്ര വിലപ്പെട്ടവരാണെന്ന് നമ്മളൊന്ന് വിചാരിച്ച് നോക്കിക്കേ. വേറെ ആർക്കെങ്കിലും അവൻ ജീവൻ കൊടുത്താച്ചാൽ അത് സ്വർഗദൂതന്മാർക്ക് അവൻ അപ്പടി ചെയ്താച്ചാൽ ഇല്ല. നമ്മളോട് മറ്റും താൻ ഈ മനുഷ്യനെ ആണ്ടവർ സൃഷ്ടിച്ച ഈ മനുഷ്യനെ, ഇവൻ പാപത്തിൽ പോയ ഈ മനുഷ്യനെ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി, അതായത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എന്നാ ചെയ്താച്ചാൽ അവൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തി, അവൻ സ്വന്തം ശരീരം നമുക്ക് വേണ്ടി അർപ്പിച്ച്, അവൻ യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി അവൻ ദൈവത്തിൻ്റെ കോതാഗ്നിയിൽ കൂടെ കടന്നുപോയി നമ്മളെ ശുദ്ധരുമാക്കി തീർത്തു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ பார்ക്കുന്നത് ആണ്ടവരായ യേശു ക്രിസ്തു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് പുതിയ ശരീരത്തോട് താൻ, അത് ഈ ശരീരത്തോടല്ല, അത് പുതിയ ശരീരം. എപ്പടി നമുക്ക് അത് ചൊല്ലാൻ പറ്റും? നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുമ്പോൾ നമുക്ക് പിടി കിട്ടും. ആണ്ടവർ ചൊല്ലുന്നത്, ഞാൻ ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് കൊണ്ടല്ല, നിങ്ങൾ എന്നെ പാർത്തോക്കെ, ഞാൻ അതേ ശരീരം താ. നിങ്ങൾ എൻ്റെ കയ്യിലെ ആ മുറിവ് ഇപ്പോഴും നീ നിൻ്റെ വിരൽ ഇട് എന്ന് തോമസ് അപ്പോസ്തലനായ തോമസോട് ചൊല്ലു. നീ എൻ്റെ കൈയിട്, അല്ലെങ്കിൽ എൻ്റെ ചങ്കൽ നീ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇവിടെ പാര വെച്ച് എന്നെ കുത്തിയാച്ച് അവിടെ ആ ഹോളിരിക്കുക, അല്ലെങ്കിൽ ആ കുഴിയിരിക്കുക, നീ നിൻ്റെ കൈയിട്ട് പാക്ക്. അന്നേരം നമ്മളൊന്ന് വിചാരിച്ച് നോക്കി, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു വര വന്നു കഴിഞ്ഞാൽ, ഒരു മുറി വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ചോര വരും, രക്തം വരുമായില്ല. അപ്പം ആ രക്തം വരുന്ന ഇപ്പം ഇങ്ങനെ മുറിവ് അപ്പടി തന്നെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ രക്തം മുഴുവനും നമുക്ക് തന്നാച്ച്, ഇനി അവൻ്റെ ശരീരത്തിൽ രക്തം കിടക്കാതെ ഇപ്പോൾ അവന് ദൈവിക ശരീരം അല്ലെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ശരീരം അല്ലെങ്കിൽ ആയിട്ടാണ് അവൻ ഇരിക്കുന്നത്. അന്നേരം നമ്മളെ വീണ്ടെടുക്കുമ്പോൾ, ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അതേ ശരീരം നമുക്കും கிடைக்கும். നല്ലപോലെ പൊടിഞ്ഞിരിക്കും. കാരണം അന്ന് നമ്മൾ പാക്കുന്നത് സെയിം ടൈം, അതായത് യേശു ക്രിസ്തുവിനെ എല്ലാവർക്കും പാത്തപ്പോഴേ അവർക്ക് പൊടിഞ്ഞാച്ചത് യേശു ക്രിസ്തുവാണ്. അതിൽ തിരിഞ്ഞാച്ചാ ഇല്ല. സെയിം മുഞ്ചി ഇരിക്കെ, സെയിം ശരീരം ഇരിക്കെ, എല്ലാമേ ഇരിക്കെ. പക്ഷെ എന്നതില്ല, രക്തവും മാംസവും കിടക്കാതെ. കാരണം അവൻ നമുക്ക് വേണ്ടി അത് തന്നാച്ച്.
അവൻ നമ്മളെ அப்படித்தான் കൊണ്ടുപോകും. നമ്മളും ആണ്ടവർക്ക് സമമായി ആയിത്താൻ പോകും. അത് നമ്മൾ എங்கே കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ നമ്മൾ 20 വാസിക്കുന്ന നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലാകുന്നു. അവൻ നമ്മളെ വന്ന് കൊണ്ടുപോകാൻ. അവന് വിലപ്പെട്ടതാണ്. അവൻ വില കൊടുത്ത് നമ്മളെ വാങ്ങിയതാണ്. അവൻ വില വാങ്ങിയ നമ്മളെ അവൻ എവിടെ കൊണ്ടുപോകും? അവൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീടെങ്കിൽ സ്വർഗത്തിലേക്ക്. നമ്മളൊരു കടയിൽ പോയി ഒരു തുണി വാങ്ങി, അല്ലെങ്കിൽ സ്വർണം വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയെങ്കിൽ നമ്മൾ എங்கே കൊണ്ടുവരും? അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അതേപോലെ അവൻ നമ്മളെ വാങ്ങി എங்கே കൊണ്ടുപോകും? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അത് നമുക്ക് അതിനെ നമ്മൾ എന്നാ നമ്മൾ പാത്തിരിക്കുക. അവൻ നമ്മുടെ സ്വർഗത്തിൽ 21 വാക്യത്തിൽ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയോട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടും. ഇംഗ്ലീഷ് അവൻ എന്താ ചെയ്യും? നമ്മുടെ ഈ ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവം, അതായത് നമ്മൾ എപ്പോഴും അവൻ്റെ ശരീരം ഇരിക്കെ അതേപോലെ നമ്മളുമായി ഇടും. എല്ലാ കാര്യത്തിലും അവൻ്റെ ശരീരം എപ്പോഴും ഇരിക്കുക. അതായത് അവൻ്റെ ശരീരം ദൈവിക ശരീരമാണ്, അല്ലാതെ മാനുഷിക ശരീരമല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ശരീരമല്ല. അവൻ ഇവിടെ നല്ലപോലെ അപ്പോസ്തലനായ പൗലോസ് നമ്മൾ നല്ലപോലെ ഇംഗ്ലീഷ് சொல்லுது, who shall change our vile body that it may be fashioned like unto his glorious body. നമ്മുടെ ശരീരം, അതായത് നമുക്ക് ഗ്ലോറിയസ് അല്ലെങ്കിൽ മഹത്വമുള്ള ശരീരം, അവൻ്റെ മഹത്വമുള്ള ശരീരം മാതിരി നമ്മളെ ആക്കിയിടും. അക്കോർഡിംഗ് ടു വർക്ക് ഹിയർ ബൈ ഏബിൾ ടു ഈവൻ സബ്ഡ്യൂ ഓൾ തിങ് അൺടു ഹിംസെൽഫ്. അവൻ എന്നാ ശേഷത്തോടെ അനുവായി നമ്മളെ മനഞ്ചു. അതായത് അവൻ എപ്പടി ഇരിക്കുമോ അതേപോലെ താൻ നാം ഇരിക്കും. നമ്മൾ இங்கே அப்போஸ்தலனாയ பவுலோஸ் சொல்லிய காரியம் ரொம்ப பெரிய விஷயம் தான். അതായത് നമ്മൾ ഈ ശരീരമായിട്ടല്ല, ഈ ശരീരം നമുക്ക് കാണും, അതായത് ഈ രൂപം എല്ലാമേ നമുക്ക് ഇരിക്കും. എന്നാൽ ഈ ശരീരം ഓടുന്നത് എന്തുകൊണ്ടല്ല? ഫ്ലഷ് ആൻഡ് ബ്ലഡുകളല്ല, നമ്മുടെ രക്തം കൊണ്ടല്ല. കാരണം നമ്മുടെ രക്തം അവൻ ഊറ്റിക്കളഞ്ഞ് അവൻ്റെ രക്തം തന്ന് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരം മണ്ണായിരുന്നു. ആ മണ്ണത് മാറ്റിയിട്ട് അവൻ്റെ മഹത്വമുള്ള ശരീരം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവൻ്റെ മഹത്വമുള്ള ശരീരം നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? അവനെ പോലെ ആയിടും. കാരണം അവൻ നമ്മളെ നല്ലൊരു ഇത് രമ്പ സത്യവചനം താൻ നമ്മൾ വാസിക്കും. നമുക്ക് ഇന്ത്യയിൽ ലോകത്തിൽ നമുക്ക് കവലപ്പെടേണ്ട കാര്യം. അതുകൊണ്ട് താൻ നമ്മൾ എബ്രാനിയുടെ പുസ്തകത്തിൽ പുസ്തകത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത് 12-ാം അധ്യായം നമ്മൾ 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ, 11 വരെയുള്ള വാക്യങ്ങൾ വാസിക്കുമ്പോൾ എന്നെ പറ്റും. അതുകൊണ്ട് താൻ ദൈവം നമുക്ക് ബാലശിക്ഷ തരരുത്, നമുക്ക് ചേശം ചെയ്തത്. അവൻ ബാലശിക്ഷ തന്ന് നമ്മൾ അവൻ്റെ സ്വരൂപമാക്കി തീർക്കുവാൻ വേണ്ടി അവൻ പണുക. അതായത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, നമുക്ക് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. അവൻ എല്ലാത്തിനുമേ കീഴ്പ്പെടുത്തി നമ്മളെ വിശുദ്ധ ശരീരമാക്കി തീർത്ത് അവൻ എங்கே വസിക്കുന്നോ അങ്ങേ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിടും. ഇങ്ങനെ ഈ 3-ാം അധ്യായം മുടിഞ്ഞിടുവാണ്. ഞാൻ നാളെ കൊഞ്ചം കൂടെ നമുക്ക് അതിനെപ്പറ്റി വിസാരിക്കാം. ദൈവം എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാട്ടെ. ആണ്ടവർ നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് നൽകിയിരിക്കുന്നത് നമ്മൾ പാത്ത് അവനെ വാഴ്ത്താം, അവനെ സ്തുതിക്കാം, അവനെ സ്തോത്രം பண்ணണം. അവൻ്റെ ശരീരം പോലെ നമ്മളെ ആക്കിയിടും. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ആമേൻ.